അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്കമാലിയിലേക്ക് വരാം. അങ്കമാലിയിൽ KSRTC ബസ് തടഞ്ഞിട്ടുണ്ട്. ഇടത് ട്രേഡ് യൂണിയൻ പ്രകടനം നടക്കുന്നതിനിടെയാണ് ബസ് തടഞ്ഞത്. ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. ഒരു ബഹളത്തിലേക്കോ പ്രശ്നത്തിലേക്കൊന്നും പോകരുത്. സമാധാനപരമായി ആണ് നമ്മൾ പണി മുടക്കുന്നത്. പ്രശ്നങ്ങളിലേക്കൊന്നും പോകാതെ സാക്കിളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് അല്ല ഇനിയിപ്പോ തൊഴില്. ബസ് റിവേഴ്സ് എടുത്ത് പോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ബസ് ഇപ്പോൾ തിരികെ സ്റ്റാൻഡിലേക്ക് കയറ്റിയിട്ടുണ്ട്. ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, അങ്കമാലിയിൽ KSRTC ബസ് പിന്നെ റിവേഴ്സ് എടുത്ത് സ്റ്റാൻഡിലേക്ക് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ബസ് സർവീസ് നടത്താൻ വന്നതായിരുന്നു അല്ലേ? സമരക്കാർ തടഞ്ഞതോടുകൂടി തിരിച്ച് റിവേഴ്സിലെടുത്ത് സ്റ്റാൻഡിലേക്ക് കയറ്റിയോ? അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലൊരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, ഈ സംയുക്ത ട്രേഡ് യൂണിയൻ പ്രഖ്യാപിച്ചിരിക്കുന്ന പണിമുടക്ക് അത് എറണാകുളം ജില്ലയിൽ പൂർണ്ണമാണ്. കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഒപ്പം പൊതുഗതാഗത സർവീസുകൾ വളരെ കുറച്ച് മാത്രമേ സർവീസുകൾ നടത്തുന്നുള്ളൂ. ഇതിനിടയിലാണ് അങ്കമാലിയിൽ KSRTC ബസ് തടഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് സർവീസ് നടത്തുകയായിരുന്ന ബസ്സാണ്. അങ്ങനെ KSRTC ബസ് ഈ സ്റ്റാൻഡിലേക്ക് കയറ്റുന്നു. യാത്രക്കാരെയൊക്കെ കയറ്റിയ ശേഷം തിരികെ ഇറങ്ങുകയായിരുന്നു. അങ്ങനെ ഇറങ്ങുന്നതിനിടയിലാണ് അവിടെ ഇടത് ട്രേഡ് യൂണിയന്റെ പ്രകടനം നടക്കുകയുണ്ടായിരുന്നത്. അങ്ങനെ ആ പ്രകടനത്തിനിടയിലേക്ക് ബസ് എത്തിയോടുകൂടി പ്രതിഷേധക്കാർ തടയുകയായിരുന്നു. ഒരു കാരണവശാലും ബസ് മുന്നോട്ടെടുക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് അവർ എടുത്തു. അതോടുകൂടി പോലീസ് ഇടപെട്ടാണ് ഇപ്പോൾ ബസ് തിരികെ സ്റ്റാൻഡിലേക്ക് കയറ്റിയിരിക്കുന്നത്. ബസ് സർവീസ് പുനരാരംഭിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. 20ഓളം യാത്രക്കാർ ബസ്സിലുണ്ട്. താങ്ക് യു. ശരണാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ അങ്കമാലിയിൽ ബസ് പിന്നോട്ടടിപ്പിച്ചു. കൽപ്പറ്റയിൽ സിമന്റ് കയറി വന്ന ലോറി തടഞ്ഞു. വാഹനങ്ങൾ തടഞ്ഞിട്ടു. ദീർഘദൂര ബസ്സുകൾക്ക് കൽപ്പറ്റയിൽ അവർ കടത്തിവിടുന്നുണ്ട്. ആശുപത്രിക്കാരെ ഒന്നും തടസ്സപ്പെടുത്തുന്നില്ല. എയർപോർട്ടുകാർക്ക് തടസ്സമില്ല. സ്വകാര്യ വാഹനങ്ങളെയും തടയുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ലുലു മാൾ ഇന്ന് പ്രവർത്തിക്കുന്നില്ല. പണിമുടക്കൊക്കെ അല്ലേ, എന്നാൽ ബൈക്കൊക്കെ എടുത്ത് ലുലു മാളിൽ പോകാം എന്ന് കരുതിയാൽ നടക്കൂല. കേരളത്തിലെ 5 പ്രധാനപ്പെട്ട ലുലു മാളുകളും തിരുവനന്തപുരത്തെയും കോഴിക്കോട്ടെയും വലിയ ലുലു മാളുകൾ അടക്കം ലുലു മാളുകളൊന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. രാവിലെ 9 മണിക്കാണ് സാധാരണ ലുലു മാൾ തുറക്കേണ്ടത്. ലുലു മാൾ തുറക്കേണ്ടതില്ല എന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അപ്പോൾ ലുലു മാളുകളും കേരളത്തിൽ തുറക്കുന്നില്ല. ഇനിയിപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്നേക്കാനേ പറ്റൂ. നല്ല പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കണം. ലുലു മാളിലൊക്കെ പോയി കറങ്ങാന്ന് കരുതിയിരുന്നവർക്ക് ഒരു നിരാശയായിരിക്കും കേട്ടോ ഈ വാർത്ത. സമരം പണിമുടക്കിയ ദിവസം ലുലു മാൾ തുറന്നു വെച്ചിട്ട് പണിമുടക്ക് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ചെറിയ കടകൾ അടപ്പിക്കാം. ലുലു മാൾ എന്തുകൊണ്ട് അടപ്പിച്ചിട്ടില്ല നേതാക്കളെ എന്നൊരു ചോദ്യം വരുമല്ലോ. അതുകൊണ്ട് ലുലു മാളും ഇന്ന് തുറക്കുന്നില്ല.